കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് കച്ചവടത്തിന് ശേഷം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിട്ടുള്ള KSUക്കാരുടെ അടുത്തൊരു കലാപരിപാടി കൂടി അരങ്ങേറിയിട്ടുണ്ട്. ഒറ്റപ്പാലം NSS കോളേജിലാണ് ഇത്തവണ തറവാട്ടിൽ പറന്ന ക്രിമിനലുകൾ നടത്തിയ അക്രമം. ഇൻസ്റ്റഗ്രാം കമൻ്റ് ചെയ്തു എന്ന കാരണത്താൽ കോളേജിലെ SFI നേതാവായ കാർത്തികിനെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. വെറുതെ മർദ്ദിച്ചതല്ല, കേബിൾ വയർ കൊണ്ട് കഴുത്തിൽ ചുറ്റി വരിഞ്ഞു, അടിച്ച് സാരമായി പരിക്കേൽപ്പിച്ചു. ഒരു കമൻറ്റിൻ്റെ പേരിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി ചർച്ച ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കിയേ. കാർത്തികിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് 4 KSUക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം NSS കോളേജിൽ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി ആശുപത്രിയിൽ. ഇന്നലെയാണ് കോളേജിലെ 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ കാർത്തികിനെ 4 സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കിയെന്നും മരത്തടി കൊണ്ട് ആക്രമിച്ചെന്നുമാണ് FIR-ലുള്ളത്. കസ്റ്റഡിയിലെടുത്ത KSU പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ റാഗിംഗ് എന്നോ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയുടെ ക്രൂരകൃത്യങ്ങളെന്നോ അല്ലെങ്കിൽ നരാധമ പ്രവർത്തനമെന്നോ ഗുണ്ടാ പ്രവർത്തനമെന്നോ ഈ ക്രിമിനലുകളെയൊക്കെ KSU സംഘടനയിൽ ഇനിയും വച്ചുകൊണ്ടിരിക്കണമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. കളമശ്ശേരിയിൽ സംഭവിച്ച എന്താണോ അതേപോലെ തന്നെ SFIയുടെ പേരിൽ ആദ്യം ചർച്ചയാക്കാമെന്ന് കരുതി 4 KSUക്കാർ അറസ്റ്റിലായതോടുകൂടി വിഷയത്തെ അങ്ങ് മുക്കി. കളമശ്ശേരിയിൽ ഒരു SFI പ്രവർത്തകൻ്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നുള്ളതായിരുന്നല്ലോ വാർത്ത. പക്ഷേ 10 കിലോയ്ക്ക് മുകളിൽ KSUക്കാരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചത് വലിയ സംഭവമായിരുന്നില്ല. അത് പിന്നീട് കയ്യോടെ പുറത്തു വന്നപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ രാഷ്ട്രീയം കലർത്തുന്നത്? നമുക്ക് അത്തരം ലഹരിക്കാരാരായിരുന്നാലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണ്ടേ? ആ ഗാന്ധിയൻ ഉൾട്ടയടി നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അകാരണമായി ഒരു പോസ്റ്റിന് കമൻ്റ് ചെയ്തു എന്ന പേരിൽ SFI നേതാവായ 2ാം വർഷ വിദ്യാർത്ഥിയെ കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടി കൊണ്ടത് SFIക്കാർക്കായതുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലുണ്ടായ മർദ്ദനം പോലെ തന്നെ ഒരു സാധാരണ വാർത്തയായിട്ട് ഇതും അങ്ങ് മൃതിയടയുകയാണ്. പക്ഷേ നാട്ടുകാരറിയുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുകയും അവരെ ഒരു സംഘടനയിലൂടെ വളർത്തിക്കൊണ്ടുവരുന്നത് ആരാണ് എന്നുള്ളതിന് ഉത്തരമാണ്. കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ കഞ്ചാവ് കച്ചവടം നടത്തിയത് ആരാണെന്നും ഇപ്പോൾ ഒറ്റപ്പാലത്ത് KSU ക്രിമിനലായിട്ടുള്ളവർ ഒരു 2ാം വർഷ വിദ്യാർത്ഥിയെ ഈ രീതിയിൽ കയ്യേറ്റം ചെയ്യുമ്പോൾ ഇതിപ്പോൾ പ്രതിസ്ഥാനത്ത് KSUക്കാരായതുകൊണ്ട് റാഗിങ്ങിനൊന്നും ഒരു സ്കോപ്പും ഇല്ല. അങ്ങനെയുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചോ ഹോട്ട് വാർത്തകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ നാട്ടിൽ ചിലരെയൊക്കെ ക്രിമിനൽ ഗുണ്ട ചാപ്പ കുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാടകങ്ങളൊക്കെ പൊളിയുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ചെറിയൊരു വാർത്ത കൊടുത്ത് KSUക്കാരാണെന്ന് SFI ആരോപിച്ചു എന്ന തരത്തിലൊക്കെ ആൾക്കാർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ പിള്ളേർ തമ്മിലുള്ളൊരു കയ്യാങ്കളിയല്ലേ എന്നൊരു രീതിയിൽ ചിന്തിച്ച് കളയണം. ഈ തരികിട പരിപാടിയാണ് കേരളത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. SFI ആണെങ്കിൽ ഉടനടി സടകുടഞ്ഞെണീക്കുന്ന കേരളത്തിലെ മാപ്രകൾ KSUക്കാർ SFIക്കാരെ മർദ്ദിച്ചാൽ അത് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ അത് ആവശ്യമായിരുന്നു എന്ന മനോഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിലെ ഇടതുവിരുദ്ധത അത് വിദ്യാർത്ഥികൾ കേൾക്കുന്ന മർദ്ദന കാര്യത്തിൽ പോലും ഉണ്ട് എന്ന് തെളിയിക്കുകയാണ്.